قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ മക്കയിലേക്ക് ഒഴുകുകയാണ്. ഇപ്രാവശ്യം ഹജ്ജിന് അവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും അർഹമുർ-റഹീമീനായ റബ്ബ് മഖ്ബൂലും മബ്രൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ പരിസമാപ്തിയോടുകൂടിയാണ് മുസ്ലിം ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ബലിപെരുന്നാൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെരുന്നാൾ ദിനങ്ങളിലെ വളരെ സുപ്രധാനമായ ഒരു കർമ്മമാണ് ബലി അർപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബലിമൃഗത്തിനുള്ള ഷെയറുകൾ ചേരുന്ന തിരക്കിലും ബലി മൃഗങ്ങളെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ. ബലി ഇസ്ലാമികമല്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു മൃഗബലി ഇല്ല എന്നൊക്കെ സ്ഥാപിക്കാനും സമർത്ഥിക്കാനുമുള്ള ചില ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നാണ് ബലി പെരുന്നാളിന് മൃഗത്തെ ബലി നൽകുക എന്ന് പറയുന്നത്. അപ്പോഴും ചില സംഗതികളെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഥവാ ബലിയുടെ ആത്മാവെന്താണ്, അതിൻ്റെ സ്പിരിറ്റ് എന്താണ്? അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും ചിലരെങ്കിലും പൊങ്ങച്ച പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ബലി അർപ്പിക്കുന്നത് എത്രത്തോളം ഇസ്ലാമികമായിട്ട് ശരിയാകും? അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലുമൊക്കെ മാംസം കഴിക്കുന്ന ആളുകൾ വീണ്ടും ബലിപെരുന്നാളിൻ്റെ ഭാഗമായിട്ട് 6, 5, 6, 7 കിലോ ഇറച്ചി കിട്ടത്തക്ക വിധം, ഒരാൾക്ക് കിട്ടത്തക്ക വിധം ഒരു പ്രദേശത്ത് ഇത്രമാത്രം അധികം മൃഗങ്ങളെ ബലി അർപ്പിക്കേണ്ടതുണ്ടോ? അല്പം റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതൊന്നും കാര്യമായി ഇല്ലാത്ത പ്രദേശങ്ങളിൽ അത് നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ ഗൗരവമായ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്, മറിച്ച് വലിയ പെരുന്നാൾ അടുത്തു വന്നാൽ പിന്നെ നമ്മുടെ പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബലിയുടെ മഹത്വത്തെക്കുറിച്ചും മൃഗത്തെ ബലി അർപ്പിക്കാൻ ഷെയർ ചേരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അങ്ങനെ ഷെയർ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഷെയർ ചേർന്ന് കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്
ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ബലിമാംസം നൽകാൻ പാടില്ല, ബലിമൃഗത്തിൻ്റെ തുകൽ വിൽക്കാൻ പാടില്ല എന്നൊക്കെയുള്ള, അഥവാ ബലി അർപ്പിക്കുന്നതിന് മുൻപുള്ള മസ്അലകൾ, ബലി അർപ്പിക്കുമ്പോഴുള്ള മസ്അലകൾ, ബലി അർപ്പിച്ചതിന് ശേഷമുള്ള മസ്അലകൾ, ഇങ്ങനെ മസ്അലകളുടെ ഒരു പേമാരിയാണ് നമുക്ക് ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ കേൾക്കാൻ സാധിക്കുക. ധാരാളം മസ്അലകൾ. ഇത്തരം മസ്അലകൾ പറയുന്ന വീഡിയോകളുടെ തലക്കെട്ടുകൾ നമ്മൾ നോക്കിയാൽ ഉലൂഹിയത്തിൻ്റെ 50 മസ്അലകൾ, ഉലൂഹിയത്തിൻ്റെ 30 മസ്അലകൾ, അറവിൻ്റെ 20 മസ്അലകൾ, ഉലൂഹിയത്ത് അറിയേണ്ടതെന്തെല്ലാം, ഉലൂഹിയത്ത് അറിഞ്ഞിരിക്കേണ്ട മസ്അലകൾ, ഉലൂഹിയത്തിൻ്റെ കർമ്മശാസ്ത്രം, ഉലൂഹിയത്ത് തെറ്റും ശരിയും, ഉലൂഹിയത്ത് നിയ്യത്ത് എന്ത് എങ്ങനെ, ഉലൂഹിയത്ത് നിയമവും മഹത്വവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ 100 കണക്കിന് മസ്അലകളാണ് ഇതിനകത്ത് പറയുക. ധാരാളം മസ്അലകൾ. കുറേ വീഡിയോകൾ ഈ ഉള്ളവൻ തച്ചിനിരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഈ മസ്അലകളൊക്കെ തലങ്ങും വിലങ്ങും പറയുമ്പോഴും സുപ്രധാനമായ 2 മസ്അലകൾ എവിടെയും പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. അതിലൊന്നാമത്തേതാണ് ബലിമൃഗത്തെ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്, അഥവാ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്ന മസ്അല എവിടെയും പറയുന്നത് നമ്മൾ കാണുന്നില്ല. രണ്ടാമത്തേതാണ് സക്കാത്ത് കൊടുക്കാൻ ഒരാൾ ബാധ്യസ്ഥനായിട്ടും അയാൾ സക്കാത്ത് കൊടുക്കാതെ ബലികർമ്മം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ ഇസ്ലാമിലെ മുൻഗണനാക്രമത്തിൻ്റെ തെറ്റൽ, അല്ലെങ്കിൽ മുൻഗണനാക്രമം തെറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പണി, ഇതിലെ ഇസ്ലാമികത, ഈ 2 കാര്യങ്ങൾ എവിടെയും മസ്അലയിൽ പറയുന്നത് നമ്മൾ കാണുന്നില്ല. ഒന്ന്, ബലികർമ്മത്തിന് വിനിയോഗിക്കുന്ന പണത്തിൻ്റെ വിശുദ്ധി. രണ്ടാമത്തേത്, ഇസ്ലാമിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഖുർആൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ട് പോലും അത് നൽകാതെ ബലിപെരുന്നാൾ വരുമ്പോൾ ബലിമൃഗത്തിൽ ഷെയർ ചേരുകയും ഒറ്റക്ക് തന്നെ ബലിമൃഗത്തെ വാങ്ങി ബലി നൽകുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കൊക്കെ പലരെക്കുറിച്ചും അറിയാവുന്നതുമാണ്. അപ്പം അങ്ങനെ നിർവഹിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിരുദ്ധത പറയുന്ന മസ്അലകളൊന്നും ഈ 100 മസ്അല, 50 മസ്അല, 20 മസ്അല, 30 മസ്അലയൊക്കെ പറയുമ്പോൾ എവിടെയും പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന കോഴി നമുക്ക് ഹലാലാകണം എന്ന് നമുക്ക് വലിയ വാശിയാണ്. നമ്മൾ കഴിക്കുന്ന പോത്തിറച്ചി ഹലാലാകണം എന്ന് നമുക്ക് വലിയ വാശിയാണ്. ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ ഈ ഹലാലാകണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോത്തിറച്ചി ഹലാലാകണം, ആട്ടിറച്ചി ഹലാലാകണം, അതുപോലെ തന്നെ കഴിക്കുന്ന കോഴി ഹലാലാകണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ വാശി പിടിക്കുമ്പോൾ, നിർബന്ധം പിടിക്കുമ്പോൾ, അതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കോഴി ചത്തതാകരുത്, ഈ പോത്ത് ചത്തതാകരുത്, ഈ കോഴിയെയും പോത്തിനെയൊക്കെ ബിസ്മി ചൊല്ലി അർത്ഥതാകണം എന്നതാണ് നമ്മുടെ ഈ ഹലാലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതിനപ്പുറത്ത് ഇതിനൊക്കെ വിനിയോഗിച്ച പണം ഹലാലാകേണ്ടതിനെ കുറിച്ച് ഒരു അസ്വസ്ഥതയും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഖുതുബയിൽ പറഞ്ഞിരുന്നു, അഥവാ ഹറാമായ പണം കയ്യിൽ വെച്ചുകൊണ്ട് ഹലാലായ കോഴി തേടി നടക്കുന്നവരാണ് പലരും. ഹറാമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണവും പോക്കറ്റിലിട്ട് ബിസ്മി ചൊല്ലി അർത്ഥ, അന്നനാളവും ശ്വാസനാളവും അർത്ഥ, അതാണ് ഈ അറവിൻ്റെ മസ്അല എന്ന് പറയുന്നത്. അറുത്ത കോഴിയെ തേടി നടക്കുന്ന ആളുകളാണ് പലരും. ഇത് നമ്മൾ സാധാരണക്കാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ മസ്അലകൾ പറയുന്ന പണ്ഡിതന്മാർ ഈ സാധാരണക്കാരെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താറില്ല. നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നേ ഉള്ളൂ. ധാരാളം മസ്അലകൾ പറയുമ്പോഴും, അറവിൻ്റെ മസ്അല, ഉലൂഹിയത്തിൻ്റെ മസ്അല, ഇങ്ങനെ മസ്അലകൾ പറയുമ്പോഴും
മൗലിക പ്രധാനമായ മർമ്മപ്രധാനമായ ഈ മസ്അലയെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അമുസ്ലിങ്ങൾക്ക് ബലിമാംസം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാണിക്കുന്ന ആവേശത്തിന്റെ 100% ഗൗരവത്തിൽ പോലും എന്തു പറയുന്നില്ല, ഞാൻ ഈ പറഞ്ഞ മസല പറയില്ല. 100% ഈ മസല പറയാറേ ഇല്ല. ഈ മസല ഭാഗത്തേക്കേ വരില്ല. പറയുന്ന മസലകളൊക്കെ ഞാൻ പിന്നീട് പറയാം. അത്തരത്തിലുള്ള മസലകളാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ അമുസ്ലിങ്ങൾക്ക് മാംസം കൊടുക്കാൻ പാടില്ല എന്ന് ഒരു ബഹുമാന്യനായ പണ്ഡിതൻ പറയുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞ ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ കാണിക്കുന്ന ഗൗരവം ഈ പറയുന്ന കാര്യത്തിൽ കാണിച്ചാൽ ആളുകൾക്ക് വളരെ സുപ്രധാനമായ ചില ബോധ്യങ്ങൾ ഉണ്ടാകും. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെൻ്റേതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നത്. ബലിമാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? പോട്ടിയാകട്ടെ, പണ്ടത്തെ ഉദ്ദേശിച്ചായിരിക്കും പോട്ടി എന്ന് പറയുന്നത്, പണ്ടമാകട്ടെ പോട്ടിയാകട്ടെ, തലച്ചോറാകട്ടെ, കൈകാലുകളാകട്ടെ, ഒരംശം പോലും അയൽക്കാരനായാൽ പോലും തൻ്റെ ജോലിക്കാരനായാൽ പോലും ശരി അവർക്ക് കൊടുക്കാൻ പാടില്ല. ഉലൂഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ബലി നടത്തിയവനോ അവൻ്റെ കുടുംബമോ അവൻ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോ അത് വേവിച്ചോ പച്ചയായോ അമുസ്ലിമിന് കൊടുക്കാൻ പാടില്ല. എത്രമാത്രം അസംബന്ധമാണ് ഈ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അസംബന്ധം പറയാൻ കാണിക്കുന്ന ഈ ആവേശം എന്ന ഈ പറഞ്ഞ മസലേനെ കുറിച്ചൊന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പല ഗുണങ്ങളും ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എന്തു വന്നാലും അമുസ്ലിമിന് കൊടുക്കരുത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ അമുസ്ലിമിന് കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ അമുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു വർഗീയ മനസ്സുകൊണ്ടല്ല ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഒരു വർഗീയ മനസ്സുകൊണ്ട് പറയുന്നതല്ലത്, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കർമ്മശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് ഇത് പറയുന്നതെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അസംബന്ധമാണ്. എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്ന എൻ്റെ അയൽക്കാരനായ ആ മുസ്ലിം സുഹൃത്തിന് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ എന്തു വേണം, അതങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഖുർആനിലോ സുന്നത്തിലോ കാണണം. അങ്ങനെ ഒട്ട് തപസിരുന്നാൽ പോലും ഇവർക്ക് എവിടെയോ അത് കാണിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പച്ചയായിട്ടും കൊടുക്കാൻ പാടില്ല, പഴുപ്പിച്ചും കൊടുക്കാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ അറവിനെ കുറിച്ച് ഇവരുടെ മസല ഒന്ന് നോക്കൂ. ഇപ്പം ഈ കാണുന്ന ജാഗ്രത മറ്റേ കാര്യത്തിൽ കാണിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ലേ. ഇനി അറവിനെക്കുറിച്ച്, കോഴി വാങ്ങുന്നതിനെക്കുറിച്ചും അറക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള മസല നോക്കൂ. നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നത്, വീട്ടിൽ ചിക്കൻ വാങ്ങിക്കാറുണ്ടോ? സൂക്ഷിച്ചില്ലെങ്കിൽ 40 ദിവസത്തെ അമലുകൾ പൊളിഞ്ഞു പോകും. ചിക്കൻ വാങ്ങാറുണ്ടോ? സൂക്ഷിച്ചില്ലെങ്കിൽ 40 ദിവസത്തെ അമലുകൾ പൊളിഞ്ഞു പോകും. എന്താ കാരണം എന്നറിയാമോ? ഈ അറവിൻ്റെ മസല തെറ്റിപ്പോയാൽ, അറവ് തെറ്റിയാൽ ആ മാംസം ഹറാമായി. ആ മാംസം കഴിച്ചാൽ അത് ഹറാം തിന്നലാണ്. 40 ദിവസത്തെ അമലുകൾ പൊളിഞ്ഞു പോകും. ഹറാമിലൂടെ ഉണ്ടാക്കിയ പണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അപ്പോഴും അല്പം പോലും അസ്വസ്ഥതയില്ല. ഈ മസല പറയുമ്പോൾ, ഇതൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ ഈ മസല പറയുമ്പോൾ, ഒന്നാമത് എൻ്റെ സഹോദരന്മാരെ, ഇതിനുപയോഗിക്കുന്ന പണം ഹലാലാകണം. അങ്ങനെ ഹലാലായ പണം കൊണ്ട് വാങ്ങിയ കോഴിയെ അറുത്താൽ മാത്രമേ അത് ഹലാലാകുള്ളൂ. ഇനി ഹറാമായ പണവും കൊണ്ട് കോഴീനെ വാങ്ങി എങ്ങനെ ഹലാലായ അറുത്താലും അത് ഹറാമായിരിക്കും. ഈ ഒരു ബോധം ആളുകൾക്ക് വേണ്ടേ? ഇത് ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പം ഒരു കോഴിയെ അറുക്കുന്നതിൽ ഒന്ന് തെറ്റിപ്പോയാൽ 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകും. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ള മസാല ഒന്ന് കേട്ടു നോക്കൂ. കോഴിയെ അറുക്കുമ്പോൾ അന്നനാളവും ശ്വാസനാളവും മുറിയണം, അല്ലെങ്കിൽ അത് ഹറാമാണ്. 99% ആളുകളും കഴിക്കുന്ന കോഴി ഹറാമാണ്. മൂപ്പരങ്ങോട്ട് വിധി എഴുതുകയാണ്, 99% ആളുകളും കഴിക്കുന്ന കോഴി ഹറാമാണ്. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്നു മാത്രമല്ല, ആ കോഴി കഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന രക്തത്തിൽ നിന്നുണ്ടാകുന്ന ബീജവും ആ ബീജത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടിയും നരകത്തിലാണ്. ഈ കുട്ടി എങ്ങനെ നരകത്തിൽ പോകണമെന്ന് എങ്ങനെ ആലോചിച്ചിട്ടും പിടികിട്ടണില്ല. ഈ കുട്ടി എങ്ങനെ, ഒന്നും അറിയാത്ത കുട്ടി എങ്ങനെ നരകത്തിൽ പോകുന്നത്?
ബീജവും പോവും, കുട്ടിയും പോവും, ആകെ മൊത്തം എന്തപ്പം സംഭവിച്ചത്? ഒരു കോഴിയുടെ അന്നനാളം മുറിഞ്ഞില്ല പോലും. അതാണ് സംഭവം. ഇത് പറയുമ്പോൾ ഈ മസാലകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. മസാലകൾക്ക് പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് കർമ്മത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചല്ല, കർമ്മത്തിൻ്റെ ചർമ്മത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണത്. എപ്പോഴും ചർച്ച ചെയ്യുന്നത് കർമ്മത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചല്ല, കർമ്മത്തിൻ്റെ ചർമ്മത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹറാമായ പണം കൊണ്ട് വാങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ ബിസ്മി ചൊല്ലി കഴിക്കണം, ഇരുന്ന് കഴിക്കണം, തുടക്കത്തിൽ നിന്ന് കഴിക്കണം, നമ്മുടെ മുൻപിലുള്ള ഭാഗത്ത് നിന്ന് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ഈ മസാലകളാണ് നമ്മളെപ്പോഴും പറയുക. ഹറാമായ പണത്തിലൂടെ ഉണ്ടായ കാശുകൊണ്ട് വാങ്ങിയ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള മസാലകളാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഹറാമായ പണം കൊണ്ട് വാങ്ങിയ പാൻസും മുണ്ടും, അത് ഹറാമിൽ നിന്നുണ്ടായ പണം കൊണ്ട് വാങ്ങിയതാണെന്നുള്ള ചർച്ചയല്ല നമ്മൾ ചെയ്യുന്നത്. ആ മുണ്ട് നെരിയാണിക്ക് മുകളിൽ നിൽക്കണം എന്നതാണ് നമ്മുടെ ചർച്ച. അതാണ് ഞാൻ പറഞ്ഞ മർമ്മത്തിലല്ല ചർച്ച, ചർമ്മത്തെക്കുറിച്ചാണ് ചർച്ച എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഉലൂഹിയത്തിൻ്റെ കാര്യവും. ഉലൂഹിയത്തിൻ്റെ ഷെയർ ചേരുന്നതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അത് ആ കൊടുക്കുന്ന പണം അത് അനുവദനീയമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയതാകണം എന്നതിനെക്കുറിച്ച് ചർച്ചയില്ല. മറിച്ച് ഷെയർ ചേർന്നാൽ താടി വെട്ടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കർമ്മശാസ്ത്രത്തിന് പ്രസക്തിയില്ല എന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത്. പക്ഷെ നമ്മളെപ്പോഴും ഈ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര ദീനാണ്. നമുക്ക് കർമ്മശാസ്ത്ര ഇസ്ലാമാണ് നമ്മുടേത്. ഖുർആനിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഏറ്റവും വലിയ പ്രമാണ രേഖയായിട്ടുള്ള ഖുർആനിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമോ അന്വേഷണമോ അതിൻ്റെ ചുവട് പിടിച്ചുള്ള കർമ്മശാസ്ത്രം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇസ്ലാമിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിനെയും കർമ്മശാസ്ത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും മൂല്യങ്ങളെക്കുറിച്ച് പറയാത്തത്. മൂല്യങ്ങളെക്കുറിച്ച് അധികം പറയുന്നത് കാണൂല. നമ്മളെപ്പോഴും കർമ്മശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ഫിഖ്ഹിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും പറയുക. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഒരു വൃത വായിച്ച ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു വൃത ഒരു എൽമിൻ്റെ സദസ്സിൻ്റെ മുൻപിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഈ വൃത ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഫിഖ്ഹിൻ്റെ ഉസ്താദ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഫിഖ്ഹിൻ്റെ ഉസ്താദ് ഉണ്ട്, എന്നാൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാമല്ലോ എന്ന് പറഞ്ഞു. ഫിഖ്ഹിൻ്റെ ഉസ്താദ് വന്നു. ഫിഖ്ഹിൻ്റെ ഉസ്താദ് വന്നപ്പോൾ ഈ വൃത ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ വൃത ഈ ഫിഖ്ഹിൻ്റെ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കൈ കഴുകും, ബിസ്മി ചൊല്ലി കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രത്തിൻ്റെ മുൻപിൽ നിന്ന് തുടങ്ങും. കഴിക്കുന്ന സമയത്ത് ഇരുന്നേ കഴിക്കും. കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ വർത്തമാനം പറയില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അൽഹംദുലില്ലാ പറയും. ഇങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയും. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഫിഖ്ഹിൻ്റെ പണ്ഡിതൻ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങുന്നത് വലതുവശം ചരിഞ്ഞു കിടന്നാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അതുപോലെ തന്നെ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലും. ഇങ്ങനെയാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ വൃത പറഞ്ഞു, നിങ്ങൾക്ക് തിന്നാനും അറിയാൻ പാടില്ല, നിങ്ങൾക്ക് ഉറങ്ങാനും അറിയാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം ആകെ അന്തം വിട്ടുപോയി. അന്ന് നിങ്ങൾ പറയും, എങ്ങനെയാണ് തിന്നുന്നത്, എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഒന്നാമത് തിന്നുന്നതിൽ ഹറാം എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതാണ് ഒന്നാമത് നോക്കേണ്ടത്. ഹറാമ് കലർന്ന സാധനം ബിസ്മി ചൊല്ലിയാലും ആദ്യം കഴിച്ചാലും കഴുകിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാലൊന്നും എവിടെ ഏൽക്കൂല എന്നാണ് ആ വൃത പറഞ്ഞതിൻ്റെ ചുരുക്കം. രണ്ടാമത് ഉറങ്ങുമ്പോൾ വലതുവശം ചരിഞ്ഞ് കിടക്കുകയല്ല, മറിച്ച് മറ്റു മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കിടക്കരുത്. പായയിൽ കിടക്കരുത്, ബെഡിൽ കിടക്കരുത്.
അങ്ങനെ വലതുവശം ചരിഞ്ഞ് കിടന്നാലും ഇടതുവശം ചരിഞ്ഞ് കിടന്നാലും അതിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ പ്രസക്തമാകുന്നത് മൗലികമായ കാര്യത്തിന് പ്രസക്തി ഉണ്ടാകുമ്പോഴാണ്. മൗലികമായ കാര്യത്തിന് പ്രസക്തി ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റവാത്തിബ് സുന്നത്തുണ്ട്. നമ്മളെ നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. ഈ സുന്നത്തിൻ്റെ മസ്അലകൾക്ക് പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ ഒരാൾ ഫർള് നമസ്കരിക്കുന്നവനായിരിക്കണം. റവാത്തിബ് സുന്നത്തിൻ്റെ മസ്അലകൾക്ക് പ്രാധാന്യമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. റവാത്തിബ് സുന്നത്തിൻ്റെ മസ്അലകൾക്ക് പ്രാധാന്യമുണ്ട്. റവാത്തിബ് സുന്നത്തിൻ്റെ മസ്അലകൾക്ക് പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫർള് നമസ്കാരം നിർവഹിക്കുന്നവനായിരിക്കണം. ഫർള് നമസ്കാരം നിർവഹിക്കാത്ത ഒരാളുടെ മുമ്പിൽ റവാത്തിബ് സുന്നത്തിൻ്റെ മസ്അലയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ഈ വൃത നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഉള്ള സംഭവമാണെങ്കിലും കഥയാണെങ്കിലും കാര്യമാണെങ്കിലും ഈ വൃത നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതായത് കർമ്മത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, കർമ്മത്തിൻ്റെ ചർമ്മത്തെക്കുറിച്ചല്ല നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അഥവാ നമ്മുടെ ഇസ്ലാം ഒരു കർമ്മശാസ്ത്ര ഇസ്ലാമാണ്. നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇസ്ലാമിനെ കർമ്മശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് അതിൻ്റെതായ എല്ലാ എങ്കോടിപ്പുകളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ബിൽഡിങ്ങിൻ്റെയും തറ സേഫ് ആവണം, തറ കരുത്തുറ്റതാകണം. തറ കരുത്തുറ്റതല്ലാത്ത ഒരു തറയുടെ മുകളിൽ, അതിൻ്റെ മുകളിലേക്ക് എടുക്കുന്ന ഏത് നിർമ്മിതിയും എത്ര ശക്തമാണെങ്കിലും എത്ര സൗന്ദര്യമുള്ളതാണെങ്കിലും ആ ഭവനം സുരക്ഷിതമായിരിക്കില്ല. കാരണം അതിൻ്റെ ബേസ്മെൻറ്റ് ശരിയല്ല, അതിൻ്റെ തറ ശരിയല്ല. എന്നതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യം മോശമായാൽ, ഞാനിപ്പോൾ ഉലൂഹിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാനിത് പറയുന്നത്, ഉലൂഹിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആവർത്തിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട 3 വിശുദ്ധി ഉണ്ട്. ഇതിനു മുമ്പ് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും സുപ്രധാനമായ 3 വിശുദ്ധി. 3 മാത്രമല്ല, ഒരുപാടുണ്ട്. പക്ഷെ വളരെ മൗലികമായ, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 3 വിശുദ്ധി ഉണ്ടാകണം. ഒന്നാമത്തേതാണ് വിശ്വാസ വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഥവാ അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് എടുക്കുക എന്ന കാഴ്ചപ്പാട്. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. ബാക്കി ആരെല്ലാം എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും ആരോടും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കില്ല. എന്തൊക്കെ ആക്ഷേപങ്ങൾ കേട്ടാലും അള്ളാഹുവിൻ്റെ ഒരു നിയമം തെറ്റാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പറയില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ഗൗരവമുള്ള ഗുരുതരമായ പാപമാണ് അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമം ശാസ്ത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ യുക്തിയുടെയോ അതല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ പേരിൽ ആ നിയമത്തിന് പോരായ്കയുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. അത് ഗുരുതരമായ പാപമാണ്. പുതിയ കാലത്ത് പല സിദ്ധാന്തങ്ങളും പല ആശയങ്ങളും ലിബറൽ ആശയങ്ങളും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഇതിനെ പ്രമാണവുമായി ചേർത്ത് വെച്ച് നോക്കാതെ നമ്മളുടെ യുക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അപ്പം അത് അത് ശരിയാണ്, അത് പുതിയ കാലത്തെ നിയമമാണ് ശരി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് എത്ര ഗുരുതരമായ പാപമാകുമോ അതുപോലെ തന്നെ പാപമാണ് ഈ വർത്തമാനവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസം വളരെ സ്ട്രോങ് ആയിരിക്കണം. രണ്ടാമത്തേതാണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്. ലൈംഗിക വിശുദ്ധി ജീവിതത്തിൽ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്, പുതിയ കാലത്ത് പ്രത്യേകിച്ചും. നമ്മുടെ ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്, സദാചാര വിശുദ്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ശരിക്കത് സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത്. ഈ 3 വിശുദ്ധിയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അപ്പം അതിൽപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത്. അന്യൻ്റെ ധനം ഒരു കാരണവശാലും നമ്മൾ അപഹരിച്ചെടുക്കരുത്, അത് ഏത് വിധേനയാണെങ്കിലും. അതുകൊണ്ട് ഉലൂഹിയത്തിൽ ഷെയർ ചേർന്നാലും, ഇനി ഷെയറല്ല ഒരു മൃഗത്തെ ഒന്നിച്ചു വാങ്ങി ആന പോലിരിക്കുന്ന പോത്തിനെ അർത്താലും അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ അവതരിപ്പിക്കുന്ന കർമ്മശാസ്ത്രത്തിലൊക്കെ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദപ്രമാണത്തിൽ
നല്ലത് തിന്നാൻ വിശ്വാസികളോട് ജാഗ്രത കാണിക്കണം എന്ന് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിന് പ്രയോഗിക്കുന്ന പദം ഹലാലൻ തയ്യിബൻ. ത്വയ്യിബൻ, ഹലാല്, ഈ രണ്ട് പദപ്രയോഗങ്ങളാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് നടത്തുന്നത്? യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ, ഇവിടെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഹലാലായതും തയ്യിബായതും മാത്രമേ നിങ്ങൾ തിന്നാൻ പാടുള്ളൂ. ഹലാലായതും തയ്യിബായതും മാത്രമേ തിന്നാൻ പാടുള്ളൂ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. പിശാച് പുറകിൽ നിന്ന് നിങ്ങളോട് പലതും മന്ത്രിക്കും. അത് ഒരു പ്രാവശ്യമല്ലേ, അതിപ്പോ ഇത്രയല്ലേ, അതിപ്പോ ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വലിയ തെറ്റൊന്നുമല്ല, അതിപ്പോ ഞാൻ ദാരിദ്ര്യത്തിലല്ലേ, അതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെയുള്ള ഒടക്ക് ന്യായങ്ങൾ പിശാച് നമ്മളോട് മന്ത്രിച്ചു തരും. അതാണ് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. ഇതല്ല പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടാണ്? ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന മറ്റൊരു വിളിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ തയ്യിബാതി റസഖനാകും വസ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നല്ലത് തിന്നണം. കുലൂ മിൻ തയ്യിബാത്, നല്ലത് തിന്നണം. വസ്കുറൂ ലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിനോട് അങ്ങനെ നന്ദി കാണിക്കണം. അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഒരു മാർഗവും കൂടിയാണ് നല്ലത് തിന്നുക എന്ന് പറഞ്ഞാൽ. ഈ നല്ലതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശം ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എല്ലാ അർത്ഥത്തിലും പ്യുവറായിട്ടുള്ളത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞെന്നറിയോ? ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തിന്നേണ്ടത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? സാധാരണഗതിയിൽ അതിന് നമ്മൾ അർത്ഥം വയ്ക്കാറുള്ള എന്താ? നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലത് തിന്നണം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നല്ല അള്ളാഹു പറയുന്നത്. നിങ്ങൾക്കൊരവകാശവാദമുണ്ട്, അള്ളാഹുവിന് മാത്രമേ ഞാൻ വിധേയപ്പെടൂ എന്ന്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെടുന്നവരാണ് നിങ്ങൾ എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിയമത്തിന് നിങ്ങൾ വിധേയമാകണം എന്നാണ് പറയുന്നതിനർത്ഥം. അല്ലെങ്കിൽ ഈ ആരാധന, ഈ തീറ്റ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾ നല്ലത് തിന്നണം, അല്ല, അതല്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കാണ് വിധേയപ്പെടുന്നത് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ 17 പ്രാവശ്യം അള്ളാഹിനോട് പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ ഞാൻ ജീവിക്കൂ എന്നാണ് അതിനർത്ഥം. അല്ല നിന്നെ മാത്രം ആരാധിക്കൂ, അത് സുപ്രധാനമായ ഉള്ളടക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ അവകാശവാദം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നല്ലത് തിന്നണം. ഇപ്പം എന്തൊക്കെ പറഞ്ഞു ഞാൻ? ഒന്ന്, മനുഷ്യരെ എന്ന് വിളിച്ച് അള്ളാഹ് പറഞ്ഞു. രണ്ടാമത്തേത് വിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹ് പറഞ്ഞു. ഇനി നിങ്ങൾ വളരെ സുപ്രധാനമായ സംഗതി കേട്ട് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിളികളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ കാഫിറൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100 കണക്കിന് വിളിയുണ്ട്. 89 പ്രാവശ്യം തന്നെ ഉണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട്. യാ അയ്യുഹൻ നബി, പ്രവാചകരെ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു വിളി മാത്രമുള്ളൊരു വിളിയുണ്ട്. അതെന്താണെന്നറിയാമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മൊത്തം പ്രവാചകന്മാരെ കളക്റ്റീവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നുണ്ട്. യാ അയ്യുഹർ റസൂൽ, എൻ്റെ പ്രവാചകരെ, എൻ്റെ പ്രവാചകന്മാരെ, എല്ലാവരെയും കൂടി അള്ളാഹു ഒന്നിച്ച് ചേർത്ത് വിളിക്കുന്ന ഒറ്റ വിളിയെ ഖുർആനിലുള്ളൂ. അതിവിടെയാണ്. യാ അയ്യുഹർ റസൂൽ, എൻ്റെ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് തിന്നണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രവാചകന്മാരെ എല്ലാവരെയും കൂടി വിളിച്ചിട്ട് നല്ലത് തിന്നണമെന്നാണോ പറയേണ്ടത്? ശരിക്ക് എന്തുകൊണ്ടെന്നറിയാമോ? അത് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞാൽ നല്ലതല്ല തിന്നുന്നതെങ്കിൽ പ്രവാചകന്മാർ പോലും പാളിപ്പോകും എന്നാണ് പറയുന്നതിനർത്ഥം. പ്രവാചകന്മാർ പാളുമെന്നല്ല പറയുന്നത്. നല്ലത് തിന്നേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നുന്നതാണത്. വഅമലു സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിന് നല്ല പ്രവൃത്തി ചെയ്യുക, നല്ലത് തിന്നുക, നല്ല പ്രവൃത്തി ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നല്ല അറിവുള്ള ശക്തിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഞാൻ എന്തിനാണ് ഇത് ഇത്രയൊക്കെ പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഉലൂഹിയത്തിൻ്റെ ഷെയർ ചേരുന്ന തിരക്കിലാണ്. അതേപോലെ തന്നെ നമ്മൾ കോഴി വാങ്ങി കഴിക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെയൊക്കെയുള്ള പല തിരക്കുകളിലാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സമ്പത്ത് വിശുദ്ധമായിരിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ
ഒരു കാര്യം കൂടി നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അഥവാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ ഉദൂഹ്യത്തിന് ഷെയർ ചേർന്ന് 10,000 രൂപയുടെ വിശുദ്ധിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്ന് ധരിക്കരുത്. ആ കോഴി വാങ്ങണ 250 രൂപ നല്ലതായിരിക്കണം. അതേസമയം കാറിൻ്റെ സീറ്റിൻ്റെ റെക്സിൻ വാങ്ങുന്നത് അതെന്തായാലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുന്ന ഹലാലായിരിക്കണം എന്ന് നമുക്ക് വാശിയുള്ള രണ്ടൂന്ന് സംഗതിയാണ്. നമ്മൾ വാങ്ങുന്ന കോഴിയിറച്ചി ഹലാലാകണം, നമ്മൾ വാങ്ങുന്ന പോത്തിറച്ചി ഹലാലാകണം, നമ്മൾ വാങ്ങുന്ന ആട്ടിറച്ചി ഹലാലാകണം എന്ന ഒരു വാശി നമുക്ക് കൂടുതലുണ്ട്. വേറെ ഒന്നിനും ഇത് ഹലാലാകണമെന്നുള്ള ഇതില്ലല്ലോ. അങ്ങനെ ഹലാൽ നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ ടിന്നിൻ്റെയും ബോട്ടിലിൻ്റെയും പുറത്ത് ഹലാൽ സ്റ്റിക്കർ വരുന്നത്. അതുകൊണ്ടല്ലേ. അത് ഹലാലാകണമെന്ന് നമുക്ക് വലിയ നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ പക്ഷെ അത് ഹലാലാകണമെങ്കിൽ അത് അർത്ഥത് ഇസ്ലാം നിശ്ചയിച്ച മാർഗേണ ആയതുകൊണ്ട് മാത്രം ഹലാലാവില്ല ഇസ്ലാമിൽ. മറിച്ച് അതിനുപയോഗിക്കുന്ന പണവും ശുദ്ധമായിരിക്കണം, എങ്കിലേ അത് ടോട്ടലി ഹലാലാവുള്ളൂ. അങ്ങനത്തെ സാധനമേ നമ്മൾ തിന്നാൻ പാടുള്ളൂ, അങ്ങനത്തെ സാധനമേ നമ്മളുടെ ഇണക്ക് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ സാധനമേ നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പലയിടത്തും പാളിപ്പോകും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഊന്നി പറയാനാണ് ഇത്രയും സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് തിന്ന് നല്ലത് സമ്പാദിക്കുന്ന, നല്ലത് തിന്ന് വളരുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.